മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ അപകടമുണ്ടായ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇന്നും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ സംഘവും അതോടൊപ്പം തന്നെ സ്കൂബ ടീം അംഗങ്ങളും ഇവിടെ എത്തിയിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി പരിശോധന തുടരുകയാണ്. കാരണം ഇന്നലെ ഇതുപോലെ തന്നെ ഈ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ 100-200 മീറ്റർ അപ്പുറമുള്ള വീടുകളുടെ പറമ്പിൽ നിന്നാണ് ശരീരഭാഗങ്ങളും മറ്റും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അടുത്തുള്ള കുളങ്ങളിലും കിണറുകളിലും പരിശോധന നടത്താൻ വേണ്ടി സ്കൂബ ടീം അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് ഈ ഒരു ദുരന്തം ഒരു വൈകുന്നേരം 3:30 മണിയോടെയാണ് നടന്നത്. ആ സമയത്ത് നമ്മൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിങ്ങിലായിരുന്നു. അവിടെ നിന്ന് ഈ ഒരു വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ട് എത്താൻ ഏതാണ്ട് 3/4 മണിക്കൂറോളം ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. ആ ഒരു സമയത്ത് ഇവിടെ എത്തുമ്പോഴും അതായത് ദുരന്തം നടന്ന ഒരു 3/4 മണിക്കൂർ പിന്നിടുമ്പോഴും ഇവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ മുമ്പ് തന്നെ ഞങ്ങൾക്ക് ധാരാളമായി വെടിശബ്ദങ്ങളും അതോടൊപ്പം തന്നെ റോഡിൽ ധാരാളം പുകയും വെടിമരുന്നിൻ്റെ മണവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങളിവിടെ ഈ ഒരു പാടത്തേക്ക് എത്തിയത്. ഇവിടെ 2.5 ഏക്കർ വരുന്ന ഒരു പാടത്തിലാണ് ഈ ഒരു വെടിക്കെട്ട് നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിനുള്ള സാമഗ്രികളാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മുണ്ടത്തിക്കോട് സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ എത്തുന്ന സമയത്തും ഇവിടെ തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫയർഫോഴ്സിന് ആ ഒരു പാടത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. എനിക്കൊപ്പം ക്യാമറാമാൻ അഭിലാഷ് ചിറക്കടവാണ് ഉണ്ടായിരുന്നത്. ശ്രീലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരുമ്പോഴും ദൂരെ നിന്ന് സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു, അതുപോലെ വെടിമരുന്നിൻ്റെ മണം. അപ്പോൾ ഇത് പണ്ട് കുറ്റിങ്ങൽ വെടിക്കെട്ട് അന്ന് ഞാൻ ചാനലിന് വേണ്ടി അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു അപകടത്തിൻ്റെ ഒരു ഇതാണ് ഈ മണവും എല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലോട്ട് വന്നത്. ഇവിടെ വന്നു, ഇവിടുത്തെ ആൾക്കാരെ കണ്ടു, അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്കങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ നമ്മൾ ലൈവ് കൊടുക്കുമ്പോഴും ബൈക്കിലെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ ഒരു നമ്മളെ സംബന്ധിച്ചൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എത്ര മരണമെന്നോ എന്താണെന്നോ അങ്ങനെയുള്ള ഒരു ഇതുപോലും ലഭിച്ചിട്ടില്ല. ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ്.